പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാവാത്ത പല കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഓക്കെ ഫിലിപ്പങ്ങളെ പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തോടെ. കുറേ സമയമായി. എന്താ എനിക്ക് തോന്നുന്നില്ലടേ ഇത് സ്പിരിറ്റ് ഒന്നും വരുമോ? എനിക്ക് തോന്നണോ? ഞാൻ വീണ്ടും ഒരു കാര്യം പറയണം. നിങ്ങളുടെ ഈ കയ്യിൽ ഇതിലുള്ള രോമങ്ങൾ അതുപോലെ വിശ്വസിക്കണം സ്പിരിറ്റ് വരുന്നുള്ളത്. എനിക്ക് എന്താണെന്നറിയില്ല, കുറെ സമയം ഇരുന്ന് വേർത്തിട്ടാണോ അതെന്റെ ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്കറിയാൻ പറ്റും ഇവിടെ എന്ത് നടക്കും അല്ലെങ്കിൽ എന്ത് വരുന്നുള്ളത്. അതെ, അത് നിങ്ങളിലേക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സ്പിരിറ്റ് വരുള്ളൂ. എനിക്ക് വേണമെങ്കിൽ സ്പിരിറ്റ് പറഞ്ഞോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. എന്റെ നിങ്ങളിങ്ങനെ ഒരുമാതിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, തട്ടിപ്പാനെ നിങ്ങൾ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഓവറാക്കുമ്പോ നിങ്ങള് നിന്റെ വിൽപ്പങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ കളി നടക്കൂല. എനിക്കെന്താണെന്നറിയോ, ഈ നിങ്ങളെ 3 പേരും ഒക്കെയാണ്. അത് അറിയാനും മനസ്സിലാക്കാനും അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള എനിക്ക് എന്തുകൊണ്ടാണ് ശരി വരാത്തെന്നറിയോ? എനിക്കിതിൻ്റെ സീരിയസ്നെസ് അറിയാം. ഓക്കെ, നമ്മളൊരു കോമഡി പടം കാണുന്നതല്ല, എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ ഇതിപ്പോൾ ആളുകൾ കാണുന്നത് അറിയാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഇത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ കോൺസിക്വൻസ് വലുതാണ്. അപ്പം നിങ്ങൾ എന്നോട് സഹകരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ എനിക്ക് പല രീതിയിലുള്ള ആൾക്കാർക്ക് ഇത് കാണാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള റിയാക്ഷൻസ് എനിക്ക് വരും. എനിക്കത് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പോണത് മനുഷ്യനല്ല, മൃഗമല്ല, അഗ്രസീവായ പല രീതിയിലുള്ള സ്പിരിറ്റുകളായിരിക്കാം. ഓക്കെ, അത് എല്ലാവർക്കും അതിനോടുള്ള വിശ്വാസം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങളിതിൽ ക്ലിയറായിട്ട് വന്നതല്ലേ. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾ 2 പേരും മീറ്റ്. ഓക്കെ, കറക്റ്റായിട്ട് തന്നെ എൻ്റെ ഇങ്ങോട്ട് നോക്കിയേ, ഈ ഒരു ഇതിലേക്ക് നോക്കിയേ, ഈ ഒരു പോയിന്റിലേക്ക് നോക്കിയേ. ഓക്കെ, ഒരിക്കലും ഒരു കോയിനിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്തായിരിക്കണം, നമ്മളെന്താന്ന് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് കാര്യം ചെയ്യണം എന്നറിയണം. ഓക്കെ, വേണ്ടേ? എന്താണ് നമ്മൾ ചെയ്യണത്? ഇത് വരുന്നത് ഇവൻ പറഞ്ഞ പോലെ പെണ്ണോ ആണോ എന്തുമാവട്ടെ, ഓക്കെ, എന്തുമാവട്ടെ, അതെന്ത് ചെയ്തു, അത് എന്തിന് ചെയ്തു, എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങളല്ല ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം ഞാൻ തരും. അപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, ചോദിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയണു, ഇത് വന്നാൽ തിരിച്ചു പോകാൻ എളുപ്പമല്ല. ഓക്കെ, കോയിനുണ്ടോ? 5 നോട്ടാ കോയിനെന്താ നിങ്ങളിതൊന്നും ഇല്ലാണ്ടാണോ വന്നേക്കണേ? ഞാൻ വീണ്ടും പറഞ്ഞു, ഇതുപോലത്തെ കോമഡി ടോക്കുകളോ നിങ്ങൾക്ക് ഇതിലാവാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് എനിക്ക് ഇത്ര സീരിയസ്നെസ് ഇല്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. സീരിയസ്നെസ് ഇല്ലാത്ത പൊതുവെ അങ്ങനെയാ. ശരിക്കും നിനക്ക് ഇതിന് വിശ്വാസമില്ലേ? വിശ്വാസമില്ലേ? എങ്ങനെ പ്രേതം വരൊന്നും വിശ്വാസമില്ല. എന്താ പ്രേതമില്ല ശരിക്കും? പ്രേതം ഇല്ലാന്ന് പറയുന്നത് ഇങ്ങനത്തെ ഇതുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. സയൻസിന് വ്യത്യാസം ഉണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, കുര്യാക്കോസിനോട് ചോദിക്കുന്നത്, അതായത് സയൻസിന് വിശ്വാസം ഉണ്ടോ? ഉണ്ടാ ജനനത്തെ കുറിച്ച് വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ചിരിച്ചു കഴിഞ്ഞാൽ മക്കളത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ വീണ്ടും പറഞ്ഞു, ഇത് ഒരു സ്പിരിറ്റിനെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ,
അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വിശ്വാസത്തോട് ഇരിക്കുക. പ്രേതം വരൂ, പ്രേതം എന്ന് വിളിക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ സ്പിരിറ്റ് ഒരു അങ്ങനെയല്ല, ഒരു ആത്മാവ് എന്ന് പറയാം. ആക്ച്വലി പ്രേതം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എത്ര ഡബിൾ മൈൻഡ് കൊണ്ടൊന്നും കൂടി ഇതിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ നിങ്ങൾ വല്ല ഇംഗ്ലീഷ് പടം കണ്ടിട്ട് വന്നിട്ട് ആ ഒരു ആംബിയൻസ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. കുര്യാക്കോസ് ബ്രോ, ഞാൻ നിങ്ങളോട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രാക്കുളയിൽ അഭിനയിക്കാൻ വന്നൊരു വ്യക്തിയല്ല. ഓക്കെ, നിങ്ങളിൽ ആരും ആ സീരിയസ്നെസ് ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ നന്നായിട്ട് അറിയാം. നിങ്ങളും തല ഓക്കെ, നിങ്ങളിങ്ങനെ ചിരിച്ചോണ്ടാണ് എപ്പോഴും ഇരിക്കണേ. പോസിബിൾ അല്ല. ഇത് മാങ്ങ വറക്കാൻ വന്നവരെ ഞാൻ വന്നിട്ടുള്ളത്. ഇവർക്ക് ആർക്കും സീരിയസ്നെസ് ഇല്ല ബോസ്. അല്ല സോറി അങ്കിൾ, നീയും കുര്യാക്കോസാണ് ഇങ്ങനെ ഉള്ളത്. ഞാൻ പക്കാ സീരിയസ് ആയിട്ട്. നിങ്ങൾ ഈ റൂമിനെ ശ്രദ്ധിച്ചായിരുന്നോ? ഈ റൂമിനെ ഈ റൂം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അയാൾ മരിച്ചതിന് ശേഷം ഇതിൽ വേറെ ഒരു ആത്മാവോ അല്ലെങ്കിൽ ഒരു മനുഷ്യനും അതിൽ വന്നിട്ടില്ല. അയാളുടെ പ്രസൻസ് ഇവിടെ ഉണ്ട്. മനസ്സിലുണ്ടോ? ഓക്കെ, ഞാൻ മാങ്ങ പറിക്കാൻ വന്ന ആളല്ല നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക. പലതും പല കാര്യങ്ങളും അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഒരു വൈറ്റ് ഷർട്ട് നമ്മളെ കൂട്ടത്തിൽ ആരോ വന്നടാ. ഇതെങ്ങനെയാ? ആര്? ജാസിയാ? ജാസി. അപ്പോൾ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, അയാളൊരു കലാകാരൻ എന്തോ ആണ്. സ്പിരിറ്റ് ഇത് കണ്ടോ? അങ്ങനല്ല ഞാൻ പറയണത്. മമ്മൂട്ടി ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? അല്ല, അത് അദ്ദേഹം ഞാൻ പറയണത് വെച്ചാൽ പലതരത്തിൽ ഇത് മാതൃകം തന്നെ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മമ്മൂട്ടിയാണെങ്കിൽ അദ്ദേഹം വരച്ചതാണത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഓരോ മരിച്ച വ്യക്തിയാണെങ്കിലും ഓരോ സ്പിരിറ്റ് ആണെങ്കിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇത് എനർജി ആയിരിക്കും. ഓക്കെ, ചിലത് നല്ലതായിരിക്കാം, ചിലത് അഗ്രസീവ് ആയിരിക്കാം, ചിലത് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരാളോടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരായിരിക്കാം. ഈ പ്രേതങ്ങളില് ഇതിലുള്ള ആൾക്കാരുണ്ടോ? ഏതാണ്? എന്താ പറയാ, കടിയെല്ലാം ആയിട്ട് പോയ ആൾക്കാർ അങ്ങനത്തെ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു നല്ല ഒരു സെക്സ് റിലേറ്റഡ് പടം കാണാനായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്നിട്ട് നമുക്ക് സ്പിരിറ്റിനെ കാണാം. വളരെ മോശമല്ലേ? അതെ, എന്നെ വിളിച്ച് നിങ്ങൾ ഇൻസൾട്ട് ഇല്ലില്ല, അങ്ങനെയല്ല. നിങ്ങൾ വളരെ മോശമായി പോയി. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചോറും കറിയും വെക്കാൻ ഇരിക്കുന്നല്ലോ ഇവിടെ. നിങ്ങൾ പല കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾ തമാശയായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ. നിങ്ങൾ എന്നെ നോക്ക്, നോക്കുമ്പോ നമുക്ക് ചിരി കൂടുന്നത്. അതൊരു തെറ്റല്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇല്ല, ഇനി എടാ അല്ല, അങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നല്ലോ. ഇത് നമുക്ക് ഞാൻ വീണ്ടും എന്നെ റെസ്പെക്ട് ചെയ്യുന്നല്ല. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ഇവന്റെ മുഖം നോക്കിയാൽ കുര്യാക്കോസ് എന്ന് പറയുന്നത് ഇവനെ കാണുമ്പോ എന്തോ ഒരു ചിരി വരുന്നു. അതാണ് സംസാരം കേൾക്കുമ്പോ ചിരി വരും. വാ, ഇനി നമുക്ക് ഇത് ചെയ്യാം, തുടങ്ങാം. ഇത് നമ്മൾ ഇതിൽ കൈ വെച്ച് കഴിഞ്ഞാല് പല മെസ്സേജ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, അത് നിങ്ങൾ വളരെ വ്യക്തമായി ചിരിക്കാതെ വളരെ സീരിയസ്നെസ്സിൽ എന്ത് ചെയ്യണം, കളിക്കണം. ഒരു മിനിറ്റ്, ഞാൻ 3 സെക്കൻഡ് പറഞ്ഞിട്ട് പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ചെല്ലുക. മന്ത്രമായിട്ട് ചൊല്ലണം. നിങ്ങൾ 3 പേര്, നിങ്ങൾ 2 പേരും ഇതാക്കണ്ട, നീ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഞാൻ വീണ്ടും പറയണോ, അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുര്യാക്കോസിനോട് വീണ്ടും പറയണോ, ചിരിക്കണ്ട. ഓവറാക്കിയതിനുള്ള ഭവിഷ്യത്തിൽ ഷെമീറിന് കിട്ടും. ഷെമീർ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും. നീ കളിക്കുന്നത്
നിങ്ങൾ ഗാങ്ങിലുള്ള ഒരാളോടോ അല്ലെങ്കിൽ ഒരു കോമൺ വ്യക്തിയോടല്ല, ഒരു പലതരത്തിലുള്ള സ്പിരിറ്റിനോടായിരിക്കാം. അറിവില്ലായ്മ ഒരു അലങ്കാരമാക്കരുത് ഷമീറെ. എന്നാ പിന്നെ ഷമീറിനെ മാറ്റി നമുക്ക് ജാസിനെ ആക്കിയാലോ? അല്ല ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഷമീറിനത് കൺവിൻസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. എന്നാ പിന്നെ വെക്ക് വാ. ഷമീറ വക്കീല ഫിലിപ്പങ്ങളെ എന്നെ കളിക്ക് കൂട്ടിയല്ല ഞാൻ വക്കീല അല്ല ഓടിച്ചിട്ടോട് ഞാൻ പെട്ടെന്ന് ഒരു 3 സെക്കൻഡ് നിങ്ങൾ ചിരിക്കാണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ പറയുമ്പോ ശരി വരാം. ഞാൻ പറയാണ്ട് ഇതിന് എന്ത് ചെയ്യരുത്, കൈയെടുക്കരുത്. ഓക്കെ വിളിക്കാം. ഓക്കെ വിളിച്ചോ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. 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 വന്നില്ല. പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ചിരിക്കരുത് പ്ലീസ്. ശരിയല്ല, ഇതെന്താ ഇത് നമ്മൾ സീരിയസിലേക്ക് കടന്നു കഴിഞ്ഞു. ഓക്കെ ഇതെങ്ങനെ അനങ്ങുന്നേ? ഇതാരും അനക്കുന്നല്ലേ? എന്താ റാപ്പറാ? കൈയെടുത്ത പ്രശ്നമുണ്ടോ? അത് കൈ അതല്ല ഇതെന്താ സൈറ്റാ? ചിരിക്കരുത്. അതെ ഇല്ല, ഏതോ റാപ്പറ പേര് പോലെ ഉണ്ടല്ലോ. ഗുഡ് സ്പിരിറ്റ്. അത് പറയാം. നിങ്ങൾ എന്താണെന്നറിയോ, അത് നിങ്ങളുടെ ഒരു സീരിയസ് ഇല്ലായ്മയാണ് കാണുന്നത്. ഇല്ല ഓക്കെ, ഞാൻ വീണ്ടും പറഞ്ഞോ, ഇത് നീക്കാന്ന് നിങ്ങൾ വിചാരിക്കണം നിങ്ങളെ പൊട്ട ബുദ്ധിയാണത്. ഞാൻ വീണ്ടും പറഞ്ഞോ, നിങ്ങളുടെ രോമങ്ങൾക്ക് പോലും ഇതിലൊരു വിശ്വാസം ഇല്ല. ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ 4 ആളെ കൈ ഇതിൽ കൊള്ളുന്നില്ല. ഈ കോയിനിൽ ഇത് ചെറിയ കോയിനല്ല. ഇത് യൂസ്ലെസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഷമീർ പറഞ്ഞോണ്ടിരിക്കുന്നത്. അവരെ മാറ്റിയേ ഇതിപ്പോ നിങ്ങൾ കൈ എടുത്ത് ഇതിലെന്താ സംഭവം? ഇതിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നമ്മൾ പറയണതോടെ നിങ്ങൾ കേൾക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്ത് പരിചയമുള്ള ആളാണ്. അത് എനിക്ക് അറിയാൻ പറ്റുന്നത് എങ്ങടെ പോണത്, ഏത് രീതിയിലാണ് വരുന്നതെന്ന്. പക്ഷെ നിങ്ങളിത് ഇങ്ങനെ ഒരു രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നില്ല. ഇല്ല, ഇനി ഞാനൊന്നും ഇതാക്കുന്നില്ല. ഓക്കെ വെച്ചോ. ഇപ്പൊ ആദ്യം മുതൽ കളിക്കാം. അല്ല, ഇതിനൊരു ഗ്ലാസ് അങ്ങനെ എന്തോ ഇല്ലേ? ഗ്ലാസിന്റെ മുകളിൽ പൊത്തി വെക്കുന്നില്ലേ? ഇല്ല, ഇത് മതി. നിങ്ങളിതപ്പോ ലാസ്റ്റ് കളിച്ചേ? അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് കളിച്ചതെന്ന് ഉദ്ദേശിച്ച അങ്ങനല്ല. അതിന് അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലത്തെ പദങ്ങളല്ല ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതെപ്പോ ചെയ്തു നീ ലാസ്റ്റ് കളിച്ചതെന്ന് അല്ല, ഞാൻ ഈ കളിമൈൻഡായിട്ട് മാത്രം വന്ന് അതുകൊണ്ട് മുന്നോട്ട് പോകില്ല. ഒരു പുരോഹിത എന്ന രീതിയിൽ ഇതൊക്കെ പറയാൻ എനിക്ക് വളരെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രശ്നമുണ്ടാകും. ഇല്ല. ഓക്കെ, സോറി സാർ. അത് നിങ്ങൾ സീരിയസ്. ഓക്കെ, ഒരിക്കലും അല്ല. അതിപ്പോ ഞാൻ തെളിയിച്ചു തരാം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. പ്ലീസ് കം. സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. കുര്യാക്കോസ് ചെയ്യുന്നതാ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. അങ്ങനെ ഇതിപ്പോ നിങ്ങൾക്ക് ആരും നയിക്കാൻ തോന്നുന്നില്ല. കുര്യാക്കോസ് നയിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു സോളിന് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമില്ല. കുര്യാക്കോസ് വിളിച്ചാലും കുര്യാക്കോസിന്റെ വീട്ടുകാരനാണോ അത്? ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അത് കോമഡി ആയിട്ട് നിങ്ങൾ എടുത്തു. ഇത് അല്ല, എനിക്ക് തോന്നുന്നു നിങ്ങള് മോശാട്ടാ.
ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഇതിൽ ഗ്ലാസ് എല്ലാം വെക്കുന്ന പരിപാടി ഉണ്ട്. നിങ്ങൾ ഗ്ലാസ് അത് നിങ്ങള് ഗ്ലാസ് കൊണ്ടുവന്നു. അത് ഞാൻ പറയുന്ന ഒരു കാര്യം പറയട്ടെ, ഗ്ലാസ് ഇത് വെള്ളടിക്കാവുന്നല്ല നമ്മള്. ചിരിക്കരുത്, ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ ചിരിക്കരുത്. നമ്മൾ ഇത്രയും ഒരു ഈ ഒരു സ്പിരിറ്റുള്ള ഈ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാം. നിങ്ങൾ ഇനി സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു ഇംപ്രഷൻ കൊടുക്കാം, അല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ കൊടുക്കാം, ഒക്കെ ചെയ്യാം. സ്പിരിറ്റിന്റെ പേരെന്താന്ന് അറിയാൻ പറ്റുമോ? അല്ല, അതെന്താ അറിയോ, വളരെ ഡിസ്റ്റർബ്ഡ് ആണ് അത്. നിങ്ങളോട് പറഞ്ഞു അത് എന്നോട് അതെനിക്ക് അറിയാൻ പറ്റുന്നോണ്ടാണല്ലോ ഞാൻ ഈ മെഴുകുതിരി പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്, അല്ലേ? ആണോ? അല്ലെങ്കിൽ നീ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മോട്ടീവ് എന്തായിരുന്നു? ഷമീർ, തമാശ വിട്, സീരിയസിലേക്ക് വാ. കം, കോമഡി ടൈം കഴിഞ്ഞു. പേടിപ്പിക്കല്ല, പേടിക്കണം. നീ കളിക്കണത് ഷിഹാദിനോടോ അല്ലെങ്കിൽ കുര്യാക്കോസിനോടോ ജാസിനോടോ ഒന്നുമല്ല. പ്രയത്നം പറയരുത്, ആത്മാവിനോടാണ്. ഓക്കെ, ആത്മാവ് പല സിറ്റുവേഷനിലൂടെ കടന്നു പോയാൽ നമുക്ക് അല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് ഉള്ളതാണോ അല്ലോ നമുക്ക്. ഞാൻ വീണ്ടും പറയാം, നിങ്ങളത് മനസ്സിരുത്തി സീരിയസ് ആയിട്ട് നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ. അത് എങ്ങനെ മരിച്ചു? ഇതൊരു ഫേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പറയട്ടെ, ഒരാള് ജനിക്കുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? നീ ജനിച്ചില്ലേ? കുര്യാക്കോസ് ജനിച്ചില്ലേ? ഞാൻ ജനിച്ചോണ്ടാണല്ലോ കുര്യാക്കോസിന് മുമ്പിൽ നിൽക്കുന്നത്. കുര്യാക്കോസ് ഇപ്പോഴും ബാലരമ വെച്ചോണ്ടിരിക്കുക. കുര്യാക്കോസ് ബാലരമേന്നൊന്ന് പുറത്തേക്ക് വാ, നമ്മള് വലിയൊരു ഇതിലേക്ക് പോയേക്കണേ. നമുക്ക് ഒന്നും കൂടി ചീട്ടിട്ട് നോക്കാം. അല്ല, ഇത് കളിച്ചു നോക്കാം. ഷമീറിനെ കണ്ടു കഴിഞ്ഞാൽ പ്രേതം പോയിട്ടൊരു അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് പോയിട്ട് ഒരാളും വരില്ലാണ്. നമുക്ക് മമ്മൂനെ വിളിച്ചാലോ? അല്ല, അതിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇതിപ്പോ എന്റെ ആവശ്യമായിട്ടുണ്ട് എന്ത്, ഇതൊരു ജെനുവിനാണ് എന്നുള്ളത്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഇവിടെ വിശ്വാസം ഇല്ലാത്ത ആളെന്ന് പറഞ്ഞാൽ ഈ ഷമീർ കുര്യാക്കോസല്ലേ. അല്ല, നിങ്ങൾക്കത് ഞാൻ പറയണോ, ഇത് കാണുന്ന ആർക്കാണെങ്കിലും ഒരു കളി കളിച്ചിട്ട് ഇല്ല, ഇത് കളി എന്നൊക്കെ ഇപ്പം പറയണം. ഇത്ര വിവരില്ലായ്മ ഒരു അലങ്കാരമായി കാണരുത് പ്ലീസ് ഷമീർ. കുര്യാക്കോസെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുര്യാക്കോസിനോട്. മുഖത്ത് നോക്ക് കുര്യാക്കോസ്, എന്റെ കണ്ണി നോക്ക്. എന്താ അന്നവരും നിന്നവരും ഒക്കെ ചിരിക്കുക. അല്ല, എന്നാ പിന്നെ മാറിക്കോ, ആള് മാറ്റാം. കുര്യാക്കോസ് എന്റെ കണ്ണി നോക്ക്. കുര്യാക്കോസ് ഉണ്ടെന്നേക്കല്ലേ മറ്റേ എടാ അഫീഫ, ആ ചെക്കനെ നോക്കിയാ, വണ്ടിയിൽ നോക്കിയാ, അവനെ വിളിച്ചിട്ട് വന്നേ ജാസി. ഒരിക്കലും കൂടി നമുക്ക് ഇത് ചെയ്തു. ഞാനൊരു കാര്യം പറയട്ടെ, അതെന്താ അവൻ ഒറ്റയ്ക്ക് വിടണ്ട, ഒറ്റയ്ക്ക് വിടണ്ട. അത് വേണ്ട, അത്ര നല്ലതല്ല. ടോർച്ച് ഉണ്ടോ? ടോർച്ച് എന്നല്ല, ഓന്റെ കൂടെ ഒരാൾ കൂടി കണക്ക് പോവാ. നിങ്ങൾ പൊക്കോളൂ. നമ്പർ 1 പേടിത്തൊണ്ടൻ. പിന്നെ ഇവനെ അയക്കാൻ നിങ്ങള് ഇവന്റെ പേടി മാറ്റാനുള്ള മരുന്നുണ്ടായി. ഓന്റെ പേടി മാറ്റല്ലോ എന്റെ പണി. ഞാൻ പറഞ്ഞറിയാം, വിശ്വാസമുള്ള ആൾക്കാർ വേണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റും. ഇത് വിശ്വാസമില്ലാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുട്ടികളി കളിക്കല്ല. അല്ലെങ്കിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. ഷമീർ ഇങ്ങനെ ഓവറാവണമെങ്കിൽ നമുക്ക് എന്താണെന്നറിയോ, ആ സ്പിരിറ്റിനോട് നിങ്ങൾ എങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്. എന്താണെന്നറിയോ ഷമീറെ, അതിനോട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, അല്ല നമ്മൾ വിളിച്ചു വരുന്ന ലക്ഷ്യമാണല്ലോ, അല്ലേ? മനസ്സിലാവണ്ടോ? അല്ല, നിങ്ങൾ ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ എന്താ അറിയോ, എനിക്ക് ചിരി വരാത്തത് എന്താണെന്നറിയോ, ഞാൻ ചിരിക്കാത്ത മനുഷ്യനായതുകൊണ്ടല്ല, വിശ്വാസമുള്ള. മനസ്സിലായി? നിങ്ങൾ ആരെങ്കിലും ഒരാള് പോയിട്ട് ഒരു കൊടുന്നാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ പെണ്ണിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ കാര്യം നടക്കൂല. അല്ല, ഷമീറെ വീണ്ടും പറയണം. ഷമീറെ, ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വളരെ വിശ്വാസത്തോടുകൂടി ഞാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി നോക്കാം. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഇതൊരു ഉടായ്പാണ്, ഇതെന്തോ ഒരു ഇതാണ് വിചാരിക്കും. മനസ്സിലാണ്ട?
നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ട്. എന്തിന് മരിച്ചു, എങ്ങനെ മരിച്ചു, ആ ആത്മാവിന് എന്താണ് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. അതൊരു ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് തമാശ അത് പ്രസൻസ് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ ഇതുപോലെ കോമഡി ആയിട്ട് കാര്യമില്ല. നമുക്ക് രണ്ടാക്കും മാത്രം ഇരുന്നാലോ? ഇത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളത് കൂട്ടാനുള്ള ഒരു ഞാൻ പറഞ്ഞ അംഗസംഖ്യ കൂടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസുകൾ ഒരുപാട് സാധനം. ഇതൊരു മിനിറ്റ്, നിങ്ങൾ വിചാരിക്കും ഇത് നീങ്ങിയതാന്ന് വിചാരിച്ചു അല്ലെ, നീക്കിയെന്നാ വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലേ, ഒരു സോളിഡ് എവിഡന്റ് ആയിട്ടുള്ള ഒരു സയൻസ് ഇതിന്റെ ബാക്കിലുണ്ട്. ഓക്കെ, ശരിയായിരിക്കും, നിങ്ങൾ അങ്ങനെ നീക്കുന്ന പോലെ തോന്നാം, പക്ഷെ അതല്ല. അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധ്യത വരുന്നുണ്ട്. അതിന്റെ ഇടക്ക് പെണ്ണ് വരുമോ ആണിനെ കിട്ടുമെന്ന് ചോദിച്ചാൽ അതിന് ഇൻസൾട്ട് ചെയ്യണ പോലെയാണ്. എനിക്കറിയില്ല എന്താ അറിയോ, നിങ്ങൾ ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് നോക്കിയേ, ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് നോക്കിയാ നിങ്ങള് ഈ അറ്റ്മോസ്ഫിയർ നോക്കിയേ. ക്യാമറ അങ്ങോട്ടേക്കല്ലേ, ഓന് ക്യാമറ കാണുന്ന സീനാ, ഓനെ ക്യാമറ കാണിക്കണ്ട. എടാ മോനെ ഇങ്ങോടാ, ഇതിന്റെ ബാക്കിലൂടെ പോയി. ക്യാമറ സീനല്ലേ, എനിക്ക് സീനല്ലേ, നീ ആടുന്നോ? അഖിൽ ബ്രോ കാണിക്കല്ല, നീ ഇതിന്റെ ബാക്കിൽ പോ, അഖിൽ ബ്രോന്റെ ബാക്കിൽ പോ. ആടുന്നോ? ജാസി ഇരിക്കുന്ന വേണ്ട, അവനെ വേണ്ട. ഇതൊന്നും പറഞ്ഞ ഇതെങ്ങനെയാണോ? നിനക്ക് നല്ല വിശ്വാസമുള്ളല്ലേ, നീ ഇത് കളിക്കുന്നതല്ലേ? എങ്ങനെയാന്ന് അതിന്റെ ഇതിപ്പെന്ന് വെച്ചാല് ഇതിനെ മാറ്റണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഫുള്ള് സീരിയസ് ആണെന്നല്ലോ, കോമഡി കളിച്ചിരിക്കുകയാണ്. അതായത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സോളിന് എന്താണെന്ന് അതിൽ ഇങ്ങോട്ട് നമുക്ക് വരുത്താൻ പറ്റും, പക്ഷെ വന്നിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അതിനില്ല, അത് വരുത്തുന്നില്ല. അതിപ്പോൾ എന്ത് കോമഡി വെക്കണം, അത് ഇൻസൾട്ട് ചെയ്യണ പോലെ തോന്നുന്നത് എനിക്കിതൊരു എക്സ്പീരിയൻസ്, ഇതിനൊരു ആംബിയൻസ് കണ്ടിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഓക്കെ, എന്നിട്ട് വളരെ സിൻസിയർ ആയിട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് വളരെ രീതിയിലാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് ഫീൽ ചെയ്യാൻ പറ്റും. ഓജോ ബോർഡിലായിരിക്കണം, കാരണം അതിലൂടെയാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ 100% സീരിയസ് ആയി വേണം എന്ന് വെച്ചിട്ട്. ഇതിലില്ലാത്ത ആൾക്കാർക്ക് പുറത്തു പോകും, പുറത്തു പോകും. ഇതിലുള്ളവർ മാത്രം മതി, എന്നാൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും പ്രസൻസ്. കാരണം നമ്മൾ ആ ഒരാളെ ചിന്തിച്ചിട്ട് അയാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ ഒരു ആത്മാവിനെ പൂർണ്ണമായും ഇവിടെ കാണണം, അല്ലെങ്കിൽ അതിനോട് സംസാരിക്കണം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് വേണം അതിനെ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ്. കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ സംഭവിക്കും. ഈ മെഴുകുതിരി അത്യാവശ്യമാണോ? അത്യാവശ്യം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. Good spirit, please come. ശരി, കുറച്ച് അങ്ങോട്ട് കുറച്ച് അറ്റത്ത്. കുഴപ്പമില്ല, ഇവിടെ നിൽക്കൂ. അതാണ് പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ആദ്യം മുതൽ കളിക്കാം, മുതലേ വിളിക്കാം. ഞങ്ങൾ എങ്ങോട്ട് പരസ്പരം നോക്കിയേ, എൻ്റെ കണ്ണിലേക്ക് ഒരു 3 മിനിറ്റ് നോക്കിയേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആർക്കും ചിരി കയറുന്നില്ലല്ലോ, മനസ്സിലാവണ്ട? അതാണ് സീരിയസ്നെസ്. ഓന് ഓൾറെഡി ഇതിന് ഈ അഫീഫ് എന്ന് പറഞ്ഞാൽ ഓന് ക്യാമറേന്റെ മുന്നിൽ വരാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഓൻ ഓൾറെഡി ഇത് കുറെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, കാരണം ഒരു എക്സ്പീരിയൻസും കൂടി ഒരാളുണ്ടെങ്കിലാണ് അത് കൂടി അത് വർക്കൗട്ട് ആവും. ഓന് ക്യാമറ മുന്നിൽ വരാൻ പറ്റില്ല. ഇത് ഇങ്ങനെ തന്നെ അല്ലേ, നമ്മളെന്തെങ്കിലും ചിന്തിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ അതിന്? ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
എപ്പോഴും മൈൻഡ് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലേക്കായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരും ശ്രദ്ധ. ഓക്കെ, മനസ്സിലാണ്ട? സോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോളിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ റെഡി, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം. ഇത് നിങ്ങൾ ജെന്യുവനായിട്ട് എന്ത് ചെയ്യണം, വളരെ ജെന്യുവനായിട്ട് കോപ്പറേറ്റ് ചെയ്യണം. റെഡി, സ്റ്റാർട്ട്. അത്യാവശ്യം കാണുന്നില്ല, അതോ ഗുഡ് സ്പിരിറ്റ് Please come. Good spirit, 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 please come. PR ആണ്. Good spirit, Please come. please come. Please come. Good spirit, please come. Good spirit, Please come. Good spirit, please come. Good spirit, please come. PRA. Spirit, Ra. Good spirit, please come. Good spirit, please come. Good spirit. Raxo. Ram. spirit, PRAM. Please come. good spirit, please come. കൈവേന എടുക്കണം. Good spirit, please come. Yes, sir. റംസോ. എസ് ഇത് തന്നെ Good Good spirit, spirit, please come. Good spirit, please come. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കേ. Good spirit, please come. Good spirit, Good spirit, please come. Good spirit, please come. Good Good spirit, please come. Good spirit, please come. From CEO. From C. Good spirit, please come. Good നമുക്ക് spirit, ആദ്യം ഒരു കാര്യം Please ചെയ്യാം. come. ആ എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കാം. ആ ആയ പറഞ്ഞ ഇത് ആള് ആ ബ്രംസ് വരും. പരമേശ്വരൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. റംസ് ഇതെന്താണ് റാപ്പറാ PRAMSE വന്നത്. പ്രംസി പ്രംസി. പ്രംസി ഓക്കെ പെണ്ണാണോ? പെണ്ണ അല്ല ഓ എനിക്ക് തോന്നുന്നത് ഒരു ആണാണ്. ഒരു എന്താ പേര്? 60 വയസ്സിന്റെ മേലൊരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രംസി എന്ന പേര് അല്ലല്ല, പരമേശ്വരൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മരിച്ച ആളുടെ പേര്. ആണോ? ശരിക്കും പറഞ്ഞു അല്ലല്ല അങ്ങനെ എനിക്ക് വേണമെങ്കിൽ അല്ല എനിക്ക് ആ പേര് എനിക്ക് വേണമെങ്കിൽ എന്താ പറയാ പല പേരും പറയാം. ഇല്ല ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല മാഷെ പേര് നമുക്ക് മാറ്റാൻ പറ്റില്ല. ആ ശരിയാ. നമുക്കിത് ഇതിപ്പോ നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്തത് പരമേശ്വരൻ ആ എനിക്ക് അയാളെ രൂപം കിട്ടുന്നുണ്ട്. അയാളെ രൂപം കിട്ടുന്നുണ്ട്. എങ്ങനെയായിരിക്കും? ഒരു പ്രായമുള്ള ഒരാളാണ്. ഓക്കെ, താടി നരച്ചിട്ടുണ്ട്, മുടിയും നരച്ചിട്ടുണ്ട്, അതിന്റെ ഹൈലൈറ്റ് കറുത്തിട്ടാണ്, കറുത്ത് വെളുത്തിട്ട്. എത്ര വയസ്സുണ്ട് നമുക്ക് ചോദിക്കാം. അയാൾക്കൊരു ഓക്കെ അങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്നു. How old are you? അറിയൂ ഇംഗ്ലീഷിൽ ചോദിക്കാം. ആ ഇംഗ്ലീഷ് അറിയണ്ടാവില്ല. പരമേശ്വരേട്ടന് ഇംഗ്ലീഷ് അറിയില്ല. എല്ലാം ഞാൻ വീണ്ടും പറഞ്ഞതറിയോ, നമ്മള് ഒരു വരിയോ വന്നതോ അല്ല അതിനെ വീണ്ടും വീണ്ടും ചെയ്ത് കളിയാക്കരുത്. ആ ഓക്കെ, പരമേശ്വരന് എത്ര വയസ്സെന്ന് നമ്മൾ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലും ചോദിക്കാം, ഇംഗ്ലീഷിലും ചോദിക്കാം. ആ ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ചോദിക്കുന്നത് ഹൗ ഓൾഡ് ആർ യു? അല്ല ആദ്യം ഇത് വിളിക്കണ്ടേ? ഗുഡ് സ്ക്രിപ്റ്റ് പ്ലീസ് കം. ഗുഡ് സ്ക്രിപ്റ്റ് അല്ല ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. പ്ലീസ് കം. Good spirit, please come. വന്നല്ല, ആള് വന്നില്ലേ? ആള് വന്നോ? ഒരു മിനിറ്റ്, എനിക്കത് ഫീൽ ചെയ്യണം വന്നത്. ഓക്കെ, ഫീൽ ചെയ്യുന്നില്ല. ഒന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. കരണ്ട. Good spirit, please come. Good spirit. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വന്നല്ല, അതിനെ പറയണ്ട. വന്ന്, പരമേശ്വരേട്ടൻ വന്ന്. ഹൗ ഓൾഡ് ആർ യു? അതുകൊണ്ട് അറിയൂ പരമേശ്വരേട്ട. How old are you? Parmeshwar. 58 വയസ്സ്. 58 വയസ്സ്. അപ്പൊ സൂചിയുടെ അപ്പൊ മരിക്കുമ്പോഴുള്ള പ്രായത് 58. മരിക്കുമ്പോഴുള്ള പറയാനാണ് ഈ പറയണത്. ആ 58. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് മരിച്ചെന്ന് ചോദിക്കാം. ഹൗ ഡിഡ് യു ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഹൗ ഡിഡ് യു ഡൈ? ഹൗ ഡു യു ഡൈ? യു ഡൈ. ഹൗ ഡിഡ് യു ഡൈ? How will you die? കെയോ? കെ 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 അയ്യോ. ആ കില്ലുടെ ആയിരിക്കും. ആ കില്ല് ആ അതായത് അതിനകത്താണെന്ന് പറയുന്നത്. ഇല്ല. ആരാ?
പരമേശ്വരേട്ടാ അതെ. എന്തിനു കൊല്ലണം? എന്താ കാരണം ചോദിക്കാൻ പറ്റൂല നമുക്ക്. റീസൺ ചോദിക്കും. റീസൺ വാട്ട് ഈസ് the reason of your killing? ഓക്കെ. എന്തും ഇംഗ്ലീഷാണ്. അത് സ്പിരിറ്റിനോട് ഇങ്ങനെ ചോദിക്കണം. ക്ലിയർ ആയിട്ട് ചോദിക്കണം. പറയാൻ പറ്റില്ല, ചീത്ത പറയണ്ട. പറയണ്ട. ഗ്രാമർ മിസ്റ്റേക്ക് ഇതാക്കാൻ വേണ്ടി ഇത് പ്രൊഫസറല്ല, പീഡിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പരമേശ്വരേട്ടനാ. ഇവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ മതി നമ്മള്. ഞാനൊന്നും പറയരുത്. ഒരു ആത്മാവിനോട് ചേർത്ത് വളരെ മോശമായി അല്ല സംസാരിക്കും. അങ്ങനല്ല ഞാൻ. അല്ലേ? ഇല്ല സോറി. വാ. അപ്പം തരുന്നു. ഗുഡ് സ്ക്രിപ്റ്റ് അല്ല, ഗുഡ് സ്പിരിറ്റ് Please come. ഗുഡ് സ്പിരിറ്റ് അല്ല, Good spirit. എന്തിനു മരിച്ചു എന്നല്ലേ? വൈ ഡു യു ഡൈ? Why you die? അത് കില്ലെന്ന് പറഞ്ഞില്ലേ? ആര്? അപ്പൊ ഓക്കെ. ആരാ കൊന്നേന്ന് ചോദിച്ചാലോ? ഓക്കെ. അല്ല എന്തിനാ കൊന്ന? ആരാന്നും ചോദിക്കരുത്. Why did you kill? ഇയാൾക്ക് ഭാര്യ മക്കളും ഉണ്ടോന്ന് പറഞ്ഞോടെ നമുക്ക്? അല്ല, അത് നമുക്ക് അറിയണ്ട. ആവശ്യമില്ല. ഇതെന്താണത്? എന്തിന് കൊന്നു? ഇതിലേക്കാണല്ലോ പോണ്. വൈ ഡിഡ് യു ഡൈ? മണി. മണിയോ എവിടെയാ? ചിരിക്കരുതല്ലോ, ചിരിക്കരുത്. ഇത് വന്ന ആളെ തിരിച്ചു പറഞ്ഞയച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇയാള് പോരാ. നമുക്ക് വല്ല പെണ്ണിനെ ഏറ്റ കിട്ടോ? ഞാൻ വീണ്ടും പറയണം എന്താന്ന് വെച്ചാല്, അങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പരിപാടിയല്ലേ ഇത്. ഈ മരമൂലം കാണാനായിട്ട് ഈ 10-60 വയസ്സുള്ള കളവനെ കാണാൻ എന്തിനാ? പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, അയാള് നമ്മളോട് എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അയാൾ എന്തുവാണ് കമ്മ്യൂണിക്കേറ്റ് നിങ്ങൊരു മന്ത്രവാദിയല്ല, ഒരു പെണ്ണിനെ സെറ്റാക്കിത്താ. എന്റെ ഇന്നലെ ഉണ്ടായ ഒരു പെണ്ണ് പോയി. അല്ല, അനക്ക് ലൊക്കാൻ്റെ തുടങ്ങല്ലോ എന്റെ പണി. അല്ല, ഈ കളവനെല്ലാം കിട്ടിയിട്ട് എന്താ? ആ 60 വയസ്സായ വ്യക്തിക്ക് നമ്മോട് എന്ത് പറയാനുണ്ട് നമുക്കറിയണ്ടേ? എന്തിനാ അറിയുന്നത്? അല്ലെങ്കിൽ അയാളെ വെറുതെ വിളിച്ചു ഇൻസൾട്ട് ചെയ്ത പോലെ ആവില്ലേ അത്? അല്ല, നമുക്ക് അടുത്താളെ വിളിച്ചൂടെ? അതെ, വിളിക്കാനാണെങ്കിൽ അത് കുറച്ച് സമയം എടുക്കും. അല്ല അടുത്താളെ സെമിയറിന് ഫുൾ ടൈം പെണ്ണ് എന്നുള്ള വിചാരമുള്ളോ? അല്ല അങ്ങനല്ല. അവന് കല്യാണം കഴിഞ്ഞോ? ഇവനാരും കൊണ്ട് കൊടുക്കാം. ഇതിനൊരു വലിയ സത്യങ്ങൾ. ചേട്ടൻ കല്യാണം കഴിഞ്ഞാ? ഏത് ചേട്ടന് ഇല്ല, പെണ്ണ് കെട്ടാൻ പാടില്ല. എനിക്ക് ആത്മാക്കളോട് സംസാരിക്കണം. അതൊന്നല്ല, സംഭവം കിട്ടിയില്ല. എനിക്ക് ഇഷ്ടം പോലെ പെണ്ണ് കിട്ടും. പക്ഷെ എനിക്ക് ആത്മാക്കളോട് സംസാരിച്ച് അവരുടെ വിഷമങ്ങൾ കേട്ട് അവരെന്തിനു മരിച്ചു. നിങ്ങൾ പ്രേതമായിട്ടാണ്? അല്ല, പ്രേതമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പെൺപ്രേതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ? അതൊക്കെ അങ്ങനെ തുറന്നു പറയാൻ പാടില്ല. ഓ, അപ്പൊ കളിയല്ലേ? എന്ത് ഭാഷയാണത്? അല്ല അങ്ങനല്ല. നിങ്ങളെ ഇത് ഒരു ആത്മാവിനെ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായ കാര്യമാണ്. അല്ല, ശരിക്കും ആത്മാവിനെ കളിക്കാൻ പറ്റുമോ? എനിക്ക് കമ്പിക്കാൻ തരാൻ പോകുന്നല്ലേ? എല്ലാ മാഷ അല്ല മാഷോ? വക്കീല. എന്റെ പേരെന്താ? എന്നെ പേരെന്താ? ശുക്കൂറാ. അല്ല, ഫിലിപ്പ് എന്ന് എനിക്ക് പേര് വെക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ്? ആത്മാക്കളോട് കിന്നരിക്കുന്ന ഒരു ഇരട്ട പേരുണ്ട് എനിക്ക് അറിയോ? അതെന്താ? അതാ ഫിലിപ്പ്. കൊറേ ചോദ്യങ്ങളൊന്നും കളിക്കാം. വേറെ ആരും വിളിക്കാൻ പറ്റല്ലോ. പരമു നമുക്കൊരു കാര്യം നോക്കാം. പിന്നെ അക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല ഇയാളെ കാര്യം അറിയാനൊന്നും. പിന്നെ ഗതിയോട് അയാൾക്ക് മോളാണ്. അയാൾക്ക് മോളുണ്ടോ നോക്കി. അല്ല, ഞാനൊക്കെ മോളെ കെട്ടിച്ചരാ. അല്ല അങ്ങനല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ആയി എവിടെ ഈ അറ്റ്മോസ്ഫിയർ ഇതൊക്കെ കൂടെ കണ്ടിട്ട്? ചൂട് കോമഡി അല്ലാണ്ട് ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല. കോമഡിയൊക്കെ ഞാൻ കുറച്ച് രോമാഞ്ചെല്ലാം വരും, കുറച്ച് ദിവസം പഠിക്കുന്ന. നിങ്ങൾക്ക് ചിലപ്പോൾ 68 വയസ്സായതുകൊണ്ട് രോമാഞ്ചം വരാണ്ടിരിക്കുന്നതായിരിക്കാം. നമ്മൾ അങ്ങനെ സ്പിരിറ്റ് അല്ല വന്നേക്കണേ. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി യങ്ങായിട്ടുള്ള ആൾക്കാരെ വിളിക്കാൻ നോക്കാം. നല്ലൊരു പെണ്ണിനെ നോക്കി പിടിച്ച നമ്മ ഉദ്ദേശിച്ച ആളല്ല. ഞാൻ വിചാരിച്ച് മന്ത്രവാദിയെ ഇത് നല്ലൊരു സാധനം. ആറ്റം തിരക്കണെ തന്നെ ഇറക്കിക്കോ. വാ, ഇപ്പാണ് കളിയൊരു ഉഷാറായത്. വാ, എവിടെ വെക്കണോ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വാ, വെച്ചോ. ഇറങ്ങി വാടേ സുശീലേ. പറഞ്ഞില്ലേ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല. ഇവിടെ എന്ത് ചെയ്യുകയാണെങ്കിലും
ഇത് പരമോട്ടൻ നിനക്ക് തോന്നുന്നു ഈ 60 വയസ്സുള്ള അല്ല, ഇത് പരമോട്ടൻ അയാളെ നമ്മ ഒഴിവാക്കുന്നോണ്ട് ചെയ്യുന്നതാ. അപ്പൊ പരമോട്ടൻ കല്ലിന്റെ പണിയാ. പരമോട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാ, പരമോട്ട കള്ളക്കളവ നിങ്ങൾ നമുക്ക് വേണ്ട, നമുക്ക് നല്ല ചെറിയ പൊമ്പിള്ളറായിട്ട് കിട്ടുമെങ്കിൽ അവരുമായിട്ട് നമുക്ക് എന്തൊക്കെ ഇത് പരിപാടി. കൊണ്ടുവന്ന് ഒരു പരമോട്ട നല്ല പെണ്ണുങ്ങളെ. പിന്നെ ഇയാളെ കാര്യം ഈ മിക്കവാറും വല്ല പെൺപ്രേതം പിടിച്ച് എന്നെ കൊല്ലും. കുഴപ്പമില്ല. എന്റെ മരണം വല്ല യക്ഷികൾ ചെയ്യുന്നതായിരിക്കും. ഓ, കാരണം അവര് വരെ വെറുതെ വിടും. ഞാൻ കാര്യം പറയട്ടെ, എന്റെ ഡ്രീമാണ് എന്ത് ഈ പെണ്ണ് അങ്ങനെ ഇതാക്കല് ഇങ്ങനെ. ആ പക്ഷിക്കും കൂടി ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ലേ, നല്ലൊരാളെ വേണമെന്നുള്ളത്. എന്റെ മോറ് കണ്ട് ആര് വരും എന്റെ അടുത്തേക്ക്? നമുക്ക് കളിക്കാം. എല്ലാ ഒരാളല്ലേ ഇവിടെ കൊല്ലപ്പെട്ടിട്ടില്ല, അപ്പൊ ഒരാളല്ലേ വരുത്താൻ പറ്റുമോ? അതാണ് വന്നതിപ്പോ. 18 വയസ്സ് അയാൾ വേണം, 20 വയസ്സ്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ദുരാത്മാവാണ്. ഇതില് നല്ല സാധനം ഉണ്ടാവില്ല. കുര്യാക്കോസെ, ഇത് നമ്മള് ഈ ഇരുത്തിരുന്നാൽ തന്നെ കുര്യാക്കോസ് ചീട്ട് കളിക്കാൻ വന്നിരുന്ന പോലെ കുര്യാക്കോസ് ഇതെന്താ ചീട്ട് കളിക്കാൻ വന്നിരിക്കുന്ന പ്രേതത്തിനെ പിടിക്കാൻ വന്നേ നമ്മള്. കുര്യാക്കോസിനെ കണ്ടിട്ട് വന്ന ആൾക്കാർ പോയിട്ടുണ്ടാവോ? അതൊക്കെ സംശയമുണ്ട്. കുര്യാക്കോസ് ഇതുവരെ അങ്ങനെ ഇരിക്കുന്ന നമ്മള് കണ്ടിട്ടില്ല. അതൊരു വയസ്സായ ആൾ ഇരിക്കുന്ന ഇരുത്തല്ലേ? ഇത് പരമോണ്ടെങ്ങാനും ശരിക്കണ്ട, ഇത് വിളിച്ചു വരുത്തുമ്പോ ആലോചിക്കണം. ഉള്ളത് ഇത് പരമോട്ടൻ. നിങ്ങക്ക് എന്താ പണി? ജോലി ടൈല് പണി ഇവന്റെ പണി തന്നെയാണ്. നീ തേങ്ങ കൊപ്രാട്ട പോലെ നിക്കാണ്ട് ഒരു ഇത് നിക്ക്. നീ ശരിക്കും പരമോ? അതായത് ആ കാല് താത്ര ഏതെങ്കിലും ഒരാൾ വന്ന് വേറെ എന്തെങ്കിലും കാണോ? നല്ല പോലെ അത് കാര്യമില്ല. ഷഡ്ഡി നീ ഇടൂല. ഞാൻ പറഞ്ഞറിയോ, നമ്മുടെ അടുത്തേക്ക് വരാൻ ആരും ഇൻട്രസ്റ്റ് ആവുന്നില്ല. ഒന്നാമത്തെ എന്താ അറിയോ, എന്റെ കാമം എന്റെ കോമഡി. ആൾക്കാർക്ക് വരാനും പെണ്ണാണെങ്കിലും വരാനൊരു പേടി ഉണ്ടാവില്ലേ, പ്രേതാണെങ്കിലും. വരാൻ നമ്മ റെസ്റ്റോറന്റ് തുടങ്ങിയാന്നല്ലേ, ഇത് നമ്മൾ വിളിച്ചു വരുത്തുന്നല്ലേ. അത് വിളിച്ചു വരുത്തുന്നത് അതിന് വരാനൊരു താല്പര്യം വേണ്ടേ? വരാൻ താല്പര്യപ്പെടാ. എന്റെ സോഡാ കുപ്പി ഗ്ലാസും എന്റെ കമ്പി വർത്തനം കേട്ടൊരാൾ വരാതിരിക്കായിരിക്കും. എന്നാ വാ, അടുത്തതിന് പിടിക്കാം. മങ്കി കറി വരാല്ല. പോലീസിന്റെ സൗണ്ട് അതൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പോലീസിന്റെ സൗണ്ട് നോക്കിയാ റാമ്പ് നോക്കിയാ ആംബുലൻസോ പോലീസോ അങ്ങനെ എന്തൊരു സൗണ്ട് കേട്ടേ. ഞാനും ആ സൗണ്ട് എനിക്ക് തോന്നണ ഇപ്പൊ ഇന്ന് മരിച്ച ഒരാളാ തോന്നണത്. ഏത് പരമേശ്വരൻ? ഇല്ല, ഇത് കൊറേ വർഷം മുന്നേ നടന്ന. ഓക്കെ ആണോ? ആൾക്കാരുണ്ടോ? കണ്ടാ ലൈറ്റ് മാത്രമേ കാണുള്ളൂ. പേടിക്കണപ്പോ ഈ പരമോട്ടൻ ടോർച്ചടിച്ച് വലിച്ചായിരിക്കും. പോലീസ് നോക്കണേ, പോലീസ് അങ്ങനെ വരുന്നതിന് ഓടണേ. മന്ത്രവാദി ഒന്നുമില്ല, പോലീസ് വന്നാൽ മുണ്ടും പൊക്കി ഓടിക്കോളാം. ഇത് നമ്മളെ ഇത് പറഞ്ഞിട്ടുണ്ടാവില്ലേ നിങ്ങള്? കണ്ട ആൾക്ക് മനസ്സിലാവില്ലേ ഇതെല്ലാം കണ്ട അപ്പാടെ അടി കിട്ടും. ഏതാണ് നാറിനി കക്കാൻ ഇറങ്ങിയല്ലേന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അടിക്കാം. അല്ലെങ്കിൽ നമ്മളെ അടുത്ത് പറയുന്ന പോലെ ഞാൻ ഫിലിപ്പങ്കിളിലാന്ന് പറഞ്ഞ് പോലീസുകാരുടെ അടുത്ത് പോയാൽ നല്ല പറഞ്ഞ കാര്യം തരണ്ടാ. നിങ്ങള് പരമേശ്വരം കണ്ടില്ല നിങ്ങള്? ഇയാളെ വേണ്ടാന്ന്, ഇയാളൊരു ബോറിംഗ് സാധനം. മുത്തേത് ലൊക്കാൻഡും അല്ല, എനിക്ക് നോക്കിയെടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ വന്നൊരാൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എനിക്ക് അവിടെ ഒന്ന് ചോദിക്കാല്ലോ എന്ന് പറഞ്ഞ ആള് പോയി. ഇയാൾ ഈ പരമേശ്വരൻ 68 വയസ്സുള്ള പരമേശ്വരന്റെ അടുത്തല്ല എന്ത് ചോദിക്കാനാണ്? പെൻഷൻ കിട്ടിയോന്നാ? അല്ല, എനിക്ക് ഞാൻ നല്ല സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇറക്ക്. അല്ല, ഈ ഭാഗത്ത് തന്നെ വേണമെന്നില്ല, ഏടുന്നില്ലെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തിച്ചെന്നാ മതി. ഇക്കണക്കിന് അണിറോസ് ഒക്കെ മരിച്ചു വല്ല തുക കൊടുക്കും. എന്നാ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ഒന്ന് നോക്കാം. വേറൊരു സാധനം ഇത് ഇതെന്തല്ല അത് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ മരിച്ചു ചോദിക്കില്ലേ, കൊന്നതാണോ അല്ല തൂങ്ങി മരിച്ചാണോ അങ്ങനെ ചോദിക്കുമ്പോൾ എസ് പറയും. അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്രഹങ്ങളാണ്, ഇത് കുറെ നക്ഷത്രങ്ങള്, ഇത് ഓരോ കാര്യങ്ങളാണത്. ഇതൊന്നും നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കൂല. അപ്പൊ നിങ്ങൾ ചെയ്താൽ പോലെ ഇനി ട്രേഡിംഗ് ഒന്നല്ല.
എന്താണ് ഞങ്ങളോടാണ് വെല്ലുവിളിക്കണത്. അച്ഛനെ പറ്റിയൊരു ധാരണ ഈ ഫിലിപ്പൊക്കെ ഇജ്ജെല്ലാം പറയുന്നത് ഇതേ മലപ്പുറത്തെ കാക്കയല്ല ഇയാളെ മലപ്പുറത്തുള്ള ഞാനൊരു കാര്യം പറയാം. എന്നെ കുറിച്ച് നീ പാലാപ്പള്ളിയിൽ ഒന്ന് അന്വേഷിച്ചു നോക്ക്. അവിടെ പേദങ്ങളോട് കഥ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. നീ അതാദ്യം മനസ്സിലാക്കി. ഷമീർ എന്റെ കമ്പി മൈൻഡ് കൊണ്ട് ഒരാൾ ഇങ്ങോട്ട് വരാൻ പോണില്ല. ഉള്ള കാര്യം പറഞ്ഞുതരാം. ഇല്ല അല്ല നമുക്ക് പരമേശ്വരന് എന്തിനാണ് മരിച്ചു മണി തരല്ലേ? ഇയാളെ കമ്പി കഥ കിട്ടോ നമുക്ക്? എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് വിഷയം വേണ്ട. ഇത് ഇയാളെ മരിച്ച കഥ അയാളുടെ ഒരു പ്രായം വെച്ച ആൾക്ക് അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാം അയാളോട്. എന്താ ചോദിക്കുക? ഇയാളെ ലൈന അല്ല ചിക്ക് ഉണ്ടോ അങ്ങനെ എന്തായാലും ചോദിക്കാം. അല്ലെങ്കിൽ എത്ര പരമോട്ടന്റെ ബോഡി കൗണ്ട് എത്രയാന്ന് നോക്കാം. അതായത് ജീവിതകാലം മൊത്തം ഈ 58 വയസ്സ് വരെ എത്ര പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ബോഡി കൗണ്ട് ഇതെന്താ ചെയ്യാത്ത? അയാൾ ചെയ്തിട്ടുണ്ടാവല്ലോ ഇത്. അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം? എത്തിക്സ് എന്ത് നിങ്ങൾ തന്നില്ല. ഇത് എന്താ ഗുഡ് സ്പിരിറ്റ്. സോറി, ഞാൻ ഇടയ്ക്ക് എനിക്ക് ആ ആള് പ്രശ്നങ്ങൾ വരുമ്പോഴേ ഗുഡ് സ്പിരിറ്റ് ഹൗ മച്ച് ഈസ് യുവർ ബോഡി കൗണ്ട്? സീറോ വെർജിനാ. 18 വയസ്സായിട്ട് വെർജിനായതിന്റെ സങ്കടത്തിൽ മരിച്ചായിരിക്കടാ. അല്ല അപ്പൊ ആര് പൈസ എടുത്തു മണിക്ക് വേണ്ടിട്ടാണ് കൊന്നക്കണത്? അപ്പൊ ഞങ്ങൾക്ക് ഭാര്യ മക്കളും ഇല്ല. അപ്പൊ ഇയാളതിന് വേണ്ട. ആരെ? ഈ പരമേശ്വരൻ എന്ന് പറഞ്ഞ ഈ 18 വയസ്സുള്ള ഇയാളെ ഞാൻ വിചാരിച്ചത് ഞാനാണ് വിചാരിച്ചത് നീ അത്രയും നല്ലൊരു വ്യക്തിനെ കുറിച്ചിട്ടാണ് നീ ഇത്ര വളരെ മോശമായിട്ട് പറഞ്ഞത്. അയാൾ ട്രൈ ചെയ്ത് കിട്ടായിട്ട് വർത്താനം മാത്രമേ ഉള്ളൂ. ഇവനിങ്ങനെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തതാ. ഇവൻ ഒരു പരമമായിട്ടാണ് മരിക്കാൻ പോകുന്നത്. 28 വയസ്സ് ജൂനിയർ പരമായിരിക്കും. അതാണ് അയാളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടായത്. പോയിന്റല്ലേ? ഒരു മാസം കൊണ്ട് അല്ല നമ്മള് വിചാരിച്ചു ഈ കുര്യാക്കോസാണ് പരമമായിട്ട് ബന്ധമുള്ളതാണ്. ഇവന്റെ ഒരു ലുക്ക് കണ്ടിട്ട് ഇവന്റെയാ പരമൊന്നും തോന്നില്ലടാ. പരമ ഇതിനെക്കാട്ടി വൃത്തിണ്ടാവൂലേ? ഇത് വീടുള്ള ആർക്കൊക്കെ ബാധിക്കുക ഈ സംഭവം? അല്ല ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നില്ലപ്പോ ഇതിന് പറഞ്ഞൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കണത്. ഈ പരമേശ്വരൻ വന്ന വീടാ ഇയാള് വീടുണ്ടാ? ഇവിടെ ഉണ്ട്. അല്ലക്ക് തോന്നുന്നത് എന്താരോ പരമേശ്വരന് കേറാൻ പറ്റിയൊരു ബോഡി ലാംഗ്വേജ് ഓന്റെയാണ്. അതിന്റെ പല്ല് കണ്ടോ തന്നെയാണ്. അല്ല അണ്ടാ ഓനല്ലാന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ ആരും ആണെന്ന് പറഞ്ഞില്ല. പക്ഷെ നീ എല്ലാന്ന് പറഞ്ഞോണ്ടിരിക്കുക. നീ മനസ്സിലായ കാക്ക തേങ്ങാപ്പുള്ളി ഉണ്ടാവുന്നതിന്റെ പല്ലിനെയാണ് ഇവർ കുറ്റം പറഞ്ഞത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പരമോട്ടോനെ മേത്ത് കയറുന്ന പറഞ്ഞത്. പരമോട്ട മേത്ത് കയറാ ഇതെന്താണ് പാമ്പാ? അല്ല ഒരു ഇപ്പത്തെ കണ്ടീഷനിൽ വെച്ചിട്ട് നമ്മൾ ആരും എന്തില്ല ഒരു പരമോട്ടന്റെ സാമീപ്യമുള്ള ഒരാളല്ല. കുറച്ചും കൂടി ഓനെയാണുള്ളത്. ഞാൻ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അതായത് പേടിക്കണം എന്റെ മേത്ത് കയറും. അല്ല ഈ 4 ആൾക്കാണോ വരിക അല്ലെങ്കിൽ വീടുള്ള ആർക്ക് വേണമെങ്കിൽ വരും? ആർക്ക് വേണമെങ്കിലും വരാം. ആർക്ക് വേണമെങ്കിൽ വരാം. പരമോട്ടനല്ല. അതായത് മൊല്ലാക്കാന്റെ അത്തയാത്തിൽ ഇരിക്കണ്ടല്ലോ അവന്. ഇത് അത്തയാത്തിന് വളയിട്ട പോലെ ഉണ്ട്. പരമോട്ടന്റെ ബോഡിയല്ല അത്. അല്ല ആമ്പ്രോ നീ കുറി ഉണ്ടായിരുന്നില്ലേ? നീ ചിത്രം വരക്കോ? അപ്പോനല്ല ഈ ഇവന്റെ ബോഡി കൊണ്ട് എത്ര കാലമായിട്ടും. പക്ഷെ എന്താന്ന് വെച്ചാലേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ബോഡി കൊണ്ട് എത്രയാ?
ഞാൻ സന്യാസിയല്ലേ, എനിക്ക് പറ്റില്ലല്ലോ. അല്ല മറ്റേ അച്ഛനല്ലേ? ഇല്ല അല്ല ഞാൻ അച്ഛനാണ്. ഞാൻ പ്രേതങ്ങളോടാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. എനിക്ക് മനസ്സിലായില്ലേ, ഇയാൾക്ക് പെണ്ണൊന്നും കിട്ടിയിട്ടാണ് ഇയാൾ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അതായത് എന്താന്ന് ഈ പ്രേതങ്ങളെ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ജീവിതത്തിൽ കിട്ടുന്നില്ല. അപ്പൊ ഈ പ്രേതങ്ങളെല്ലാം പിടിച്ച് എന്റെ കഥ എന്റെ ഇയാള് ജീവിച്ചു പോകുന്നത്. അയ്യോ സോറി, ഈ എന്റെ കാര്യം എന്റെ പേര് പറയല്ലേ. മലപ്പുറത്തുള്ള കാക്കിയത് ഇയാളെന്താ പറയുക, എന്റെ കഥ ഇജ്ജെന്താ പറയുന്നതല്ലാതെ അതെന്താന്ന് വെച്ചാലേ നമ്മളെ പണി അതൊന്നുമല്ല. ആക്ച്വലി ഞാന് മലപ്പുറത്തൊരു പ്രയത്നം പിടിക്കാൻ പോയി. പാലയിലിരിക്കുന്ന സമയത്ത് അന്നൊരു സുബൈർ എന്ന് പറഞ്ഞ ഒരാളെന്റെ മേത്ത് കയറിയതാ. ഇടക്കപ്പോ ഈ ഒരു ഇത് വരുമായിട്ട് സീരിയസ് ആയിട്ട്. പക്ഷെ എന്റെ മേത്ത് ആരെ കയറാന്ന് അറിയോ? ഏതെങ്കിലുമൊക്കെ ഈ ശാന്ത അങ്ങനത്തെ ആൾക്കാർ കയറും. കാരണം ഈ ഫുൾ ടൈം പ്രേതങ്ങൾ പോലിച്ച് വെറുതെ വിടുന്നില്ല. നമുക്ക് അടുത്ത കളിയിലേക്ക് വിചാരിച്ച പോലത്തെ ഒരു ആളെനിക്ക് കിട്ടില്ല. അപ്പൊ പരമേശ്വരമായിട്ട് ഇവിടെ ഉണ്ട്. ആരുമായിട്ട് എന്തിനു വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇയാളെ ചവിട്ടാനാ അങ്ങനെ പറയാൻ പാടില്ല, അതൊരു ആത്മാവാണ്. എടാ നാറി പരമേശ്വര, ഈ ഒരു കളി പോലും കിട്ടാണ്ട് ചത്ത വരുത്തണല്ലടാ കുരിപ്പേ. നിന്റെ ഇതെല്ലാം എന്തിനാ നമ്മളറിയണം? നീ വേറെ ഏതെങ്കിലും സെറ്റാക്കിത്താ. നിന്നെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ മറ്റേ പിടിച്ചതാ. നീ എന്ത് പന്നാട് പെണ്ണ് പെണ്ണ് എന്ന് പറഞ്ഞു വളരെ മോശമായിട്ടവൻ. അടുത്ത ആള് വേറൊരാള് ഇയാളെ വേണ്ട. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും എല്ലാം അതൊന്നും റിയലൈസ് ചെയ്യും. പിന്നെ ഈ വേഗത്തിൽ പിടിച്ചിട്ട് പെണ്ണിങ്ങനെ പിടിക്കലല്ല പണി. ഞാൻ ആത്മാക്കളെ ആവാഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു മര്യാദയെങ്കിലും കൊടുക്ക്. ശരി കാക്ക, നിങ്ങൾ സെറ്റാക്കി ഞാനട്ടെ ഇത് ഒരു 1% ബാക്കിയെല്ലാം കോമഡി ഒക്കെ 1% ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നിർത്താം. അല്ല അതെന്താ പറയാ, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു അയാൾക്ക് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതാണ് അങ്ങനെയാണ് പരമേശ്വരൻ പറയണത്. സീരിയസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് താല്പര്യമില്ല. വേറെ ആരെങ്കിലും വേറെ അപ്പൊ അങ്ങനത്തെ ടെസ്റ്റിന് ഇവിടെ ഇല്ല. ഇവിടെ ആകെ ഒരാളല്ലേ ഉള്ളൂ. ഇവിടെ സെമിത്തേരി ആണെങ്കിൽ കുറെ ഞാൻ ഒരു കാര്യം പറയാം, പ്രേതം വന്നില്ലെങ്കിൽ തന്ന പൈസ തിരിച്ചോണം. അത് ഞാൻ തരാന്ന് പറഞ്ഞല്ലോ. പ്രേതം ഇവിടെ വന്നിരുന്നു, നിങ്ങൾ കാണാത്തോണ്ടാണ്. ഞാൻ കണ്ടു. നിങ്ങൾക്ക് കണ്ണോക്കിയേ കണ്ടോ? അവര് കണ്ണോക്കിയേ. അനക്ക് എന്തൊരു ഫീൽ ചെയ്തോ? പക്ഷെ എന്താണെന്നറിയോ, എന്താ രോഗം ഇവിടെ വയ്യാന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ട് ഓരോ സാധനങ്ങൾ ഏറ്റതാണത്. ജാസിനെ കുറച്ചാണ് ശ്രദ്ധിച്ചോണ്ടിട്ടാ. ഇവിടുന്ന് ചിലപ്പോ അവനിലേക്ക് കൂടുതൽ അത് പോയിട്ടുണ്ടാവും. അതൊരു വല്ലാത്ത ഫീലില്ലേ? അണ്ട തന്ന കായ് മുതലായിക്കണം. ഓനക്കൊരു എന്തോ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓന് ഫീൽ ചൂട്ടല്ലേ അങ്ങനെ കറക്കല്ലേ. വേറെ ആരെങ്കിലും വരും, വിളിക്കാത്ത ആൾക്കാർ പെണ്ണിനെ കിട്ടട്ടെ. ഇത് എന്താ സംഭവിച്ചത്? എനിക്ക് തോന്നുന്നത് ആൾക്കാർ പ്രേക്ഷകരുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരിക്കലല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയില്ല ഇയാളാണോ അവന്റെ ഇരുത്താനുണ്ടല്ലേ അരമൂന്റെ മാരിന്നുണ്ട്. നീ നിന്റെ ബോഡി കൊണ്ട് എത്ര ഓടിയോണ്ട് എന്താ അണ്ട പരമൂനെ അതറിയില്ല. പരമ്പോലെ സത്യം പറ, ഈ പരമല്ലേ? ഞാൻ പരമ്പോലെ അല്ല ബ്രോ, ഞാൻ വേറെ കാര്യം പറഞ്ഞ ഫിലിപ്പ്, ഇത് അല്ലെങ്കിലേ സാധാരണ വേറെ ഒരു ഇതാണെങ്കിൽ നമ്മള് എന്തെങ്കിലും സ്ക്രിപ്റ്റ് ആക്കിയിട്ട് കോമഡി ആക്കാൻ വരും. ഞങ്ങൾക്ക് 1% ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടൊന്നും. ഞാൻ പറഞ്ഞത് ഒരിക്കലും സ്ക്രിപ്റ്റ് അല്ല. പക്ഷെ എന്താണെന്നറിയോ, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ ഒരു സോള് തയ്യാറാവണില്ല. അതെന്താന്ന് കറിയില്ല. ഇവന്റെ ഈ കാമവർത്താനം കേട്ട് അടിക്കാൻ ചിലപ്പം അല്ല. ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ ഈ ഇരുന്നില്ലേ അന്നെ ഒന്നും ഒരു പ്രേതം കൂടെ വരില്ലാന്ന് ഉറപ്പാണ്. നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോ ഒന്നും ഇല്ലാണ്ട് ഇത് എക്സ്പീരിയൻസും ഇല്ല, പ്രേതവും ഇല്ല, ലോട്ട പൈസയും പോയി. ഞാൻ പോയാൽ കിട്ടുമോ? അല്ല എന്റെ പ്രസൻസ് ഇവിടെ വന്നില്ലേ, ഇനിയിപ്പോ വരാൻ ചാൻസ് കുറവാ. എന്നാ പിന്നെ പോയാലോ? നിങ്ങെന്താ ഈ പൈസ വാങ്ങിട്ട് വർത്താനം പറയുന്നത്? ഇവിടെ വന്നിരുന്നു, നിങ്ങൾ കാണാത്താണ്. വന്നിരുന്നു ഇപ്പൊ ഓർത്തു, ആളെ ഓർത്തു. ഇതെന്താ ഇത് പരിപാടി? ആളില്ലേ?
കള്ളം വേണ്ട മറ്റെന്താണ് പരമേശ്വരൻ എന്ന് പറഞ്ഞൊരു കള്ളം കളവൻ. അല്ല എനിക്ക് പരമേശ്വരന് വേണ്ടല്ലോ, എനിക്ക് ശാന്തേനും ശുദ്ധേനൊക്കെ വേണ്ടത്. നിങ്ങൾ തന്ന കായ്ക്കുള്ള പരമോൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, തന്ന കായ്ക്കുള്ള പരമോൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഉള്ളത് ഓപ്പണായിട്ട് പറയാലോ. അനക്കത് പറ്റൂല, അനക്ക് ആരൊക്കെ വേണം? സുസ്നിത, പിന്നെ എനിക്കാരെ വേണ്ട? അണി റോസ് ഒന്നും ഇവിടെ കൊണ്ടാൻ പറ്റുമോ? കളവൻ വയസ്സായി 10-60 വയസ്സുള്ള എന്റെ റേഞ്ചിൽ കിട്ടുള്ളൂ മുത്തേ. എന്റെ റേഞ്ചിലെന്ത് അല്ലെ ജാസിയ ഈ പരമേശ്വരൻ. ഞാനൊരു കാര്യം പറയട്ടെ, അതുമല്ല ഈ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ ജീവിതത്തിൽ കാര്യങ്ങളൊന്ന് പറഞ്ഞ ഒരാൾ എന്റെ അടുത്ത് വരില്ല. ഇയാളെന്താ പറയുന്നത്? ഇയാൾ ഇറക്കെടുക്കതാ ഞാൻ ലാക്കിയും ചെയ്യുന്നത്. എനിക്ക് തോന്നില്ല ഇയാൾക്കിന ഇതൊന്നും അറിയുന്നു. ഇത് ഇയാള് തട്ടിപ്പാന്ന് ഇത് ഇത് മലപ്പുറത്തുള്ള ഏതൊരു കാക്ക വന്നിട്ട് എന്തോ ഫിലിപ്പ് എന്ന് പറഞ്ഞ പരിപാടി നടത്തുന്നത്. ഇയാള് പരമേശ്വരൻ എന്നുള്ള പറഞ്ഞ ഏതോ കളവനെയും കൊണ്ട് തന്നെ നല്ല ഏതാ പൊമ്പിൾ അറിയാൻ പറ്റും മറ്റേ അവരുടെ കഥകളെല്ലാം. ഞാൻ കാര്യം പറയട്ടെ, അങ്ങനെയല്ല സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്തില്ല. അത് ഞാൻ ഡെഡിക്കേറ്റ് ഞാൻ എന്റെ മൈൻഡിൽ ഇവന്റെ ആഗ്രഹത്തിന് വന്നിട്ട് എന്ത് ചെയ്തു ഇവ എന്ത് ചെയ്തില്ല. ഷമീർ എന്താ വന്നു എന്ത് വന്നു ഇയാൾക്ക് ഈ പരിപാടി അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഒന്നാമത് ഇതേതോ മലപ്പുറത്തുള്ള ഏതോ ഒരു കാക്കിയാണ് ഇയാള്. ഇയാൾക്ക് ഇതിനെ കുറിച്ച് വലിയ ബോധം ഉണ്ടെന്ന് തോന്നില്ല. ഇത് ഇയാളെ പൈസയും വാങ്ങിട്ട് ഉടായിപ്പിനാൻ മറ്റേ ഇറങ്ങിയതാ. സമയം എത്രയായി? പ്രയത്നം തരാണ്ട് ഇന്ന് ഇവിടുന്ന് പോവില്ല. ഞാൻ ഫസ്റ്റ് ഫിലിപ്പങ്കിൽ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചെന്തോ നിങ്ങൾ വലിയ സംഭവമാണ്. ഇപ്പൊ അതൊക്കെ മനസ്സിലായത് മലപ്പുറത്തുള്ള ഏതോ ഒരു കാക്കയെ നീ വന്നിട്ട് ഇരിക്കുന്നത്. ഇയാള് പൈസയുമായിട്ട് അവളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. ഏതോ 10-60 വയസ്സുള്ള ഏതോ ഒരു കളവൻ പരമേശ്വരൻ എന്നെല്ലാം പറയുന്ന നാറീനെ നമുക്ക് പിടിച്ചത്. അയാൾ അങ്ങ് ജീവിതത്തിൽ കളിയും എടുത്തില്ല. ഇയാളെ ഞാൻ കാര്യം പറയട്ടെ, വിചാരിച്ചത് എന്റെ മൈൻഡിൽ അതാണ്. അന്റേതെല്ലാം ഇയാൾ പറയുന്നത്. ഫിലിപ്പ് എന്ന് പേരുള്ള ഒരാള് അന്റെ ഇജ്ജ് പൊലിവ് എന്നെല്ലാം പറഞ്ഞ് നടക്കോ? മലബാറിന്ന് വന്ന ഫിലിപ്പോ? എന്റെ വീട് ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു. ഇത് കൊറേ നേരം ഈ ഉടായിപ്പിക്ക് ഇറക്കാൻ തുടങ്ങി. ഇത് സ്കാമാന്ന് ചെയ്യാതെ പൈസ വാങ്ങിയെങ്കിൽ പ്രയത്തിന് തരണം. അത് നല്ല നമ്മള് പറയുന്ന പോലത്തെ മുമ്പിൽ തന്നെ തരണം. ഏയ് കാക്ക അല്ല കാക്കല്ല പ്രേതം കൊടുത്തു. ഇതും പറഞ്ഞിട്ട് പൈസ വാങ്ങിട്ട് ആളെ ഉടായിപ്പാക്കുന്ന മാറ്റാട്ടെ. ഓജോ ഓടും ആര് വരാ? ഇത് പറഞ്ഞിട്ട് അത് പറ്റി ഒരു ചോട്ട് കൊടുത്തേടാ. പിന്നെ ഇത് വരുന്നില്ല. നമ്മളെ പറ്റിക്കാൻ ഇറങ്ങിയതാ. പിന്നെ പ്രേതം ഉണ്ട് പറഞ്ഞിട്ട് ഓടുത്തു. ഇത് കാണുന്നില്ലല്ലോ. വിളക്ക് കാണിച്ചിട്ടാണ് നമ്മൾ ഇയാള് പറ്റിച്ചോണ്ടിരിക്കുന്നത് ഇത്രയും സമയമായിട്ട്. പ്രശ്നമുണ്ട്. നമുക്ക് നാളെ ഉദ്ഘാടനം ഉണ്ട് കോഴിക്കോട്. പോണം. അന്നൊക്കെ പ്രയത്നം വേഗം എത്തിക്കാൻ പോണം. നിങ്ങൾക്ക് വേറൊരു ആശയം നിങ്ങളെ മനസ്സിലുണ്ടല്ലേ? എന്താ ആശയം? പുതിയ സ്ക്രിപ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തോട്ട് നിങ്ങൾ യാത്ര ചെയ്യാണ്ടെങ്കിൽ ബ്രോ ഞാൻ കാര്യം പറയട്ടെ, നമ്മൾ ഇത്രയും എഫേർട്ടിൽ ഇട്ടല്ലോ. നിങ്ങൾ എക്സ്പീരിയൻസ് തരുവാണെങ്കിൽ നമുക്ക് ഇത് നടക്കോ? എന്റെ ഇത് സിൽക്ക് സ്മിത എന്നല്ലാന്ന് നിങ്ങൾ പൈസയുമായിട്ട് പ്രയത്നം കാണിച്ചു തരാൻ പരമേശ്വരൻ എന്ന് പറഞ്ഞ കളവനൊന്നും നമുക്ക് വേണ്ടേ? എടാ അതേ കിട്ടുള്ളൂ. ഇവിടെ ഉള്ള പ്രയത്നം വരാൻ പറ്റുള്ളൂ. ഉള്ള പ്രയത്നം എല്ലാരും കൂടെ എന്നെ ഫേക്ക് ആക്കരുത് പ്ലീസ്. പിന്നെ ഇത് ഓർത്ത് ഇത് കുരിപ്പിന്റെ മറ്റേ കളി മതിയാക്കിയ സൗണ്ടെല്ലാം പോയി. സൗണ്ട് ഏത് പ്രേതം? ഇല്ലാത്ത ഏതോ പ്രേതം നമ്മ കണ്ടില്ല. നമ്മ ഇയാള് പ്രേതം എന്ന് പറഞ്ഞിട്ട് കൊറേ സമയം പറ്റിക്കാൻ തുടങ്ങി. സൗണ്ട് പോയി. സൗണ്ട് പോയാ കട്ട വിട്ടു സൗണ്ട് എന്റെ സ്കാമ ഓജോ നോട്ടെ ജോക്കടാ. ഓജോ നോട്ട് എടാ ഓക്കെ കുറച്ച് കോമഡി ഒരു പേഴ്സണെങ്കിലും ഒരു പ്രേതത്തിന്റെ പ്രസൻസ് അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെ പ്രേതം ഇല്ലാത്തതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ കാര്യം പറയട്ടെ, അല്ലെങ്കിൽ ഗ്ലാസ് ഇല്ലാത്തോണ്ടായിരിക്കോ? ഗ്ലാസ് ഇല്ലാത്തോണ്ടാ
ആണോ? ചിലപ്പോ വെള്ളിയാഴ്ച ചെയ്തോണ്ടിരിക്കും. വെള്ളിയാഴ്ച എന്താ പ്രയത്തിന് ചുമാക്ക് പോണം? എന്താ ഈ പറയുന്ന ഇയാള്? എടാ ഇയാൾ ഉടായിപ്പാടാ നീയാതെ, ഇയാൾ ഉടായിപ്പ. ഇത് പ്രേതം വരുമെന്ന് പറഞ്ഞ അന്നെ നീ പിടിച്ച് കൊണ്ടെത്തിയത് എന്ത് പരിപാടിയാ? ഏതോ പരമേശ്വരൻ ഇയാളെല്ലാം ഉള്ളതെന്നാന്ന് ആർക്കറിയാം. ഇയാളെന്നെ ഡ്രസ് ഇട്ടാലെന്ത് നിങ്ങൾ ഇതാവോ? അതെന്ത് എന്നാ പോലീസ് ഡ്രസ് ഇട്ടാളല്ലേ പോലീസ് ആവോ? ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് പരമൂന്ന് പറഞ്ഞാ എന്താ നിങ്ങളെ പേര് കാക്ക? പരമു ചിലപ്പോ പരമു അല്ലേ പരമുവാണ് ഇത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്ത് പറയാൻ? അതിനോട് സംസാരിക്കാൻ താല്പര്യം പറയാൻ ഇൻസൾട്ട് ചെയ്തത് പോയി. അത് നീ മനസ്സിലാക്കി. നീ അയാളോട് പറഞ്ഞു നിങ്ങൾ മക്കളുണ്ടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലവ് ഉണ്ടെന്ന് ചോദിച്ചാൽ അയാളോട് നിൽക്കുവോ? പിന്നെ നമ്മ എന്തിനാ ഈ പരമു എന്ന് പറയുന്ന ആളെ വിശേഷങ്ങൾ നമ്മ എന്തിനാ? ഇതാ പരമ. എനിക്ക് തോന്നുന്നു കുര്യാക്കോസ് കണ്ടിട്ട് വേറെ പ്രയത്നം ആവശ്യമില്ല. വലിയ പ്രയത്നോണ്ടാണ് കൊറേ ലേറ്റായി. ഇനിയിപ്പോ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അതൊരു മീറ്റിംഗ് ഉള്ളതെന്ന് പോയിട്ട് സൗണ്ട് കട്ട് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കാൻ ഇത് ഞാൻ ഒരു കാര്യം പറയാം. അല്ലടാ, ഞാൻ സത്യമായിട്ട് പറഞ്ഞത് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഞാൻ നിങ്ങളെ വിളിച്ചു കൊടുത്തത് സാധനങ്ങളൊന്നും വേണ്ടല്ലോ. പോവാ ഇതെന്തിനാ? ഇത് ആവശ്യമുണ്ട്. ഇത് കളിക്കാം. ഇത് അടുത്ത ആൾ വിളിക്കണ്ടേ? അടുത്ത് ഇയാള് സെമിത്തേരി കിട്ടിയ പോലെ കളിക്കാം. സെമിത്തേരി കുറച്ച് നല്ല കളക്ഷൻ. ഇതെന്താ ഫസ്റ്റ് ഇയാളേതാ മലപ്പുറത്തുള്ള കാക്ക ഇതിനിറങ്ങിയതാ പറഞ്ഞത്? സെമിത്തേരി കിട്ടിയാ നല്ല കളക്ഷൻസ് ഉണ്ടാവുന്നു. ഇതെന്താന്ന് ബസ് സ്റ്റോപ്പിൽ പെമ്പിളറെ പിടിക്കാൻ ഇറങ്ങിയതാ. എന്താണെന്നറിയോ, നിങ്ങള് സെമിത്തേരിയിൽ ആദ്യം പറഞ്ഞത് സെമിത്തേരിയില് നല്ല ചെറിയ പ്രായമുള്ള 10-25 വയസ്സുള്ള പെമ്പിളർ. അത് പരമേശ്വരനാണ്. നിങ്ങളൊരു ചോയ്സുള്ള തീർക്കുകയാണെങ്കിൽ അവിടെ ശരിയാ. നീ കുറ്റിക്കാട്ടില് ഏതോ ഒരു നരകത്തിൽ വന്ന പോലത്തെ ഈ സ്ഥലത്ത് വന്നിട്ട് സെമിത്തേരി പിടിക്കാം. ഒരു കാര്യം പറയട്ടെ, ഇതുപോലത്തെ ആംബിയൻസിൽ അതുപോലത്തെ ആളെ കിട്ടുള്ളൂ. കുറച്ചുകൂടി നല്ല ആംബിയൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് നല്ല ആൾക്കാർ വരും. എന്നാ കോളേജിന്റെ അടുത്ത് നീ അതെ കോളേജിന്റെ അടുത്താണ് ചെയ്യാം. നിന്റെ ബാഗ് എടുത്തില്ല. ഇതിങ്ങനെ പുറത്തേക്കുള്ള വഴി. ഇതേതാ മാപ്പ്? ഞാനാണ് ആരാ നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് സെമിത്തേരി ആന്റിയ എല്ലാരും ഉണ്ടായിരുന്നു. ഈ പരമേശ്വരൻ മാത്രമേ ഉള്ളൂ. നമുക്കിത് എവിടെയും നല്ല സാധനത്തിന് കിട്ടാം. അല്ല അങ്ങനല്ല. പിന്നെ ചെമ്മീറ ഈ സാധനം എന്ന് പറയല സോൾ അല്ല സോളാങ്ക് സോള് ഇതിനെ കിട്ടുക എവിടെയെന്ന് നല്ല കോളേജിന്റെ മാത്രം പോയാലോ? ഇല്ല, നമുക്ക് ചെമ്മീറിനെ മിക്കവാറും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ഞാൻ നോക്കാൻ പോകണം. ചായ കുടിക്കാൻ ഇവിടെ സത്യം മിൽമയല്ല ചായ കുടിക്കാൻ. സത്യമായിട്ടും ഒരു നെഗറ്റീവ് എനർജി എനിക്ക് കാണുന്നില്ല. നിങ്ങളത് വിശ്വസിച്ചാലില്ലെങ്കിലും പ്രശ്നമില്ല. ശരി, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നിങ്ങൾ ശരിക്കും ഇത് തന്നെയാ ഈ പിടിക്കാൻ? എന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലേ? ഫിലിപ്പ്. അതെന്താ എനിക്ക് സംശയം? പേരിട്ട് അങ്ങനെ ആവും. ഞാൻ ഇപ്പൊ ആലോചിക്കണറിയോ, കുര്യാക്കോസ് അല്ല സോറി പരിപാടി ആയിപ്പോയി. വളരെ കുര്യാക്കോസ് പറയുന്നുണ്ട്, കുര്യാക്കോസിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് ഇത് ആൾക്കാരെ മുട്ടന്മാരാക്കുന്ന പരിപാടി ആയിപ്പോയി. കാരണം എന്താന്ന് ഈ ഓജോയില് ഓജോ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രേതം സാധനമൊന്നും ഇല്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇനി നല്ലൊരു ഓജോ ബോർഡ് സ്പെഷ്യലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അന്നത് തെളിയിച്ചു. എനിക്ക് പ്രേതം ഉണ്ട് തന്നെ തെളിയിച്ചു. അല്ലല്ല, ഞാൻ പറയട്ടെ, ചാറ്റിലുള്ള ആൾക്കാരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ കൊന്നതല്ല പ്രേതം പ്രോപ്പർ. അതൊക്കെ ഞാൻ പറയട്ടെ, എൻ്റെ വീടാണ്. ഞാൻ പറയുന്നത് എൻ്റെ വീട് ഒരു ഭൂകമ്പം അടിപ്പിക്കാൻ പറ്റുന്ന
നമുക്ക് ഈ പ്രയത്തിനെ നമുക്ക് പേടിച്ചിട്ട് ഇടുന്ന രോഗം വയ്ക്കുക. അങ്ങനെ അത് പ്രായം ഉണ്ടെന്ന് നമുക്ക് തെളിയിച്ച് തരാൻ പറ്റും. ഒരാൾ കാര്യം നമുക്ക് വാ ഇത് കാണിക്കാം. ഇതിൽ വിശ്വാസം വരുന്നില്ല. ഞാനിത് ഓരോട് കളിക്കുമ്പോൾ ഓക്കെ അതൊന്നും പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ നമുക്ക് ആ ഫീലെങ്കിലും കിട്ടുമെന്നായിരുന്നു. കാരണം വരുന്നുണ്ടല്ലോ നമുക്കൊന്നും കിട്ടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് പ്രായം വീട്ടിൽ കോമഡി കളിക്കാൻ നല്ലാണ്ട് ആ ഒരു ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് 75% നടക്കില്ലായിരുന്നു. പക്ഷെ 1% ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എങ്ങനെ പ്രയത്നം അല്ലെങ്കിൽ ഒരു പ്രസൻസ് വന്നെങ്കിലും അറിയാൻ പറ്റുമെന്നുള്ളത് ഉണ്ടായില്ല. ചിലപ്പോൾ ഒന്നുകൂടി നല്ലപോലെ നോക്കി മനസ്സിലാക്കി നല്ലപോലെ നോക്കിയത് എന്ത് മുക്കിയോ ഒന്നുകൂടി മുക്കി നോക്കിയാൽ കിട്ടുന്ന പറയുന്നയാള് എന്താണ് തൂറാൻ പോന്നെ എന്തെല്ലാം ആഗ്രഹങ്ങളൊക്കെ മൈക്ക് നിർത്താം. അപ്പൊ ഇത്ര സമയം മൈക്കില്ലാണ്ട് ഞാൻ സംസാരിച്ച പൊട്ടറ പോലെ എടാ സമയം രാത്രി 2 മണിയായി. അൺസബ് എന്ന് പറയാം. എടാ മോനെ ഇത് ഞാനല്ല പ്രയത്നം വരുത്തിക്കുന്ന ആള് മനസ്സിലാ. ഇയാളെ കൊണ്ട് വരുത്തിക്കാൻ പറ്റുമോ നോക്കി വന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ശരിക്കും പ്രേതം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ എന്നിട്ട് ഇത് കളിപ്പിച്ച് കാണിക്കും. ഇനി ഓജോ ബോർഡ് അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ ഈ എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ഈ പ്രേതം എന്നുള്ള സാധനം എനിക്ക് അതിന്റെ പ്രസൻസ് എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല. നിങ്ങൾ ആർക്കും അങ്ങനെ ശരിക്കും ഉണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ വാ ഇത് പ്രൂവ് ചെയ്ത് കാണിക്കും. നമ്മൾ ട്രൈ ചെയ്ത് നമ്മളവിടെ ഓജോ ബോർഡ് കളിച്ച് എന്തായാലും പ്രേതം വരില്ല എന്ന് ഉറപ്പായിക്കൊണ്ടാണ് പിന്നെ നമ്മൾ കോമഡിയിലേക്ക് പോയത്. മനസ്സിലാവും. അവിടെ നമ്മൾ ആദ്യം നമ്മൾ സീരിയസ് ആയിട്ട് നോക്കി അഥവാ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ആ ഫീലിംഗിലും അടിക്കും വിചാരിച്ചു പ്രേതം ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ഗൂസ് ബമ്പിങ്ങിൽ ഇങ്ങനെ അടിക്കും വിചാരിച്ചിട്ട് നമ്മൾ കാത്തിരുന്നു. ആദ്യം ഒരു അരമണിക്കൂറോളം നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ നോക്കിയത്. പിന്നെ ഇത് വരൂല എന്ന് ഉറപ്പായി. പ്രേതം എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നുള്ളൊരു സാധനം വന്നപ്പോഴേക്കാതെ പിന്നെ എന്തെങ്കിലും എന്തായാലും ലൈവ് തുടങ്ങി. പിന്നെ കോമഡി ആക്കാൻ വിചാരിച്ചു. സംഭവം എനിക്ക് തോന്നില്ല അങ്ങനൊരു ഇത് റിയലാന്ന് എനിക്ക് തോന്നില്ല ഇങ്ങനെ ഒരു സംഭവം. മനസ്സിലാവും. ഓജോ ബോർഡിൽ തിരിച്ചു വരുന്ന സംഭവമൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ഉള്ളതായിരിക്കും. എന്തായാലും അങ്ങനെ ആർക്കെങ്കിലും എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കോണ്ടാക്ട് ചെയ്യും. നമുക്ക് നോക്കാം. ഓജോ ബോർഡിൽ നിന്ന് ആണെന്നില്ല വേറെ എന്തെങ്കിലും പരിപാടി വെച്ചിട്ട്. ഇതാരാ ആദിലാ? ആദില വന്നു നോക്കി ഇതാടാ. ഇതെന്തിനാ നീ വണ്ടി ഓഫാക്കിട്ട് ഉറങ്ങുന്ന? ചൂടെടുത്ത് ചത്തിട്ടാ നീ കേസിട്ട് ഉറങ്ങിക്കോണെങ്കിൽ. എനിവേസ് ഗൈസ് ചാടിക്കുന്നോ ഗൈസ് എൻഡ് ചെയ്യണോ ഇതെന്താ അൺസബ് എന്ന് പറഞ്ഞിട്ട് പറയാ. എടാ ഇതെന്താന്ന് ഞാനിവിടെ വിളിച്ചാൽ വരാൻ പ്രേതം എന്റെ ആരാ എന്റെ മൂത്താപ്പേ പ്രേതം ഞാൻ വിളിച്ചാൽ ഓടി വരാൻ വേണ്ടിട്ട് പിന്നെ നമ്മള് ട്രൈ ചെയ്ത് നമ്മള് എന്റെ പിന്നെ വേറൊരു വഴി ഉണ്ടായിരുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് ഇറക്കണമായിരുന്നു. നമ്മൾ ആ പരിപാടി ചെയ്തില്ല. ആടെ ഒരു പ്രേതത്തിന് ഒരു വൈറ്റും വിട്ട് വെച്ചിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ട് പ്രേതം പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് നമുക്ക് ഇറക്കായിരുന്നു. നമ്മൾ അങ്ങനത്തെ പരിപാടിയും ചെയ്തില്ല. മനസ്സിലാവും. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളവിടെ മാക്സിമം ട്രൈ ചെയ്തു. ആദ്യം കുറേ സമയം പ്രേതം വരും എന്ന് വിചാരിച്ചിട്ട് തന്നെ റിയൽ ആയിട്ട് നമ്മൾ നോക്കി. ഇത് ഇട്ടിട്ട് ഗുഡ് സ്പിരിറ്റ് എല്ലാം പറഞ്ഞു നോക്കി. പക്ഷെ വരുന്നില്ല ഉറപ്പായപ്പോൾ പിന്നെ നമുക്ക് കോമഡി ആക്കാണ്ട് വേറെ വഴിയില്ല. ലൈവ് തുടങ്ങിയില്ലേ വെറുതെ എൻഡ് ചെയ്യാൻ പറ്റും വെച്ചിട്ട് നമ്മൾ കോമഡി ആക്കി. അതിനെന്താ തെറ്റ്? അപ്പം ഗൈസ് എൻഡ് ചെയ്യണോ അതോ എൻ്റെ അൺസബ് ഒന്ന് പോയടാ. ഞാൻ എന്താ ചെയ്യും എടാ. അപ്പം എന്തായാലും നാളെ ഇനോഗ്രേഷൻ ഉണ്ട്, കോഴിക്കോട് ഇനോഗ്രേഷൻ ഉണ്ട്. അപ്പം നേരത്തെ പോയിട്ട് വേറെ നമ്മൾ ഇപ്പോഴേ കോഴിക്കോടേക്ക് പോയിരുന്നു. കാരണം രാവിലെ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ഇനോഗ്രേഷന് പോകേണ്ടത്. വൈകുന്നേരം ഇനോഗ്രേഷൻ വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് ബേപ്പൂർ അരക്കിനാൾ. അപ്പോൾ ഓക്കെ ബൈ. ഗുഡ് നൈറ്റ്. അപ്പം നാളെ കാണാം.